അറബിക്കടൽ നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് രഹസ്യങ്ങൾ തൻ്റെ നീലപ്പരപ്പിനടിയിൽ ഒളിപ്പിച്ചു വെച്ച വിസ്മയം. ആ കടലിനോട് ചോദിച്ചാൽ അത് നമ്മോടൊരു കഥ പറയും. തിരമാലകൾക്കും മീതെ ചീറിപ്പായുന്ന പീരങ്കി ഉണ്ടകളുടെയും ആകാശത്തോളം ഉയരുന്ന തീജ്വാലകളുടെയും അതിലുമെല്ലാം ഉപരി നെഞ്ചു തകർക്കുന്ന ഒരു ചതിയുടെയും കഥ. അതെ, സാമൂതിരിക്ക് വേണ്ടി ജീവൻ നൽകി പോരാടിയിട്ടും ഒടുവിൽ അതേ സാമൂതിരി തന്നെ ശത്രുക്കൾക്ക് എറിഞ്ഞുകൊടുത്ത കുഞ്ഞാലി മരക്കാന്മാരുടെ ചോര കൊണ്ടെഴുതിയ ധീരതയുടെ കഥ. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് 16-ാം നൂറ്റാണ്ടിലെ ചോര മണക്കുന്ന കോഴിക്കോടൻ തീരങ്ങളിലേക്കാണ്. കുഞ്ഞാലി മരക്കാർമാരുടെ വീരഗാഥകളിലേക്ക് യാത്ര പോകാം. 15-ാം നൂറ്റാണ്ടിലെ ലോക ഭൂപടത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയായി കേരളം തിളങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. പൊന്നിനേക്കാൾ വിലയുണ്ടായിരുന്നു അന്ന് നമ്മുടെ കുരുമുളകിന്. അറബി വ്യാപാരികളുമായി വളരെ സൗഹാർദ്ദപരമായ ഒരു കച്ചവട ബന്ധമായിരുന്നു സാമൂതിരിക്കുണ്ടായിരുന്നത്. എന്നാൽ 1498 മെയ് 20 ചരിത്രം മാറിമറിഞ്ഞ ദിവസമായിരുന്നു. കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡഗാമ എന്ന പോർച്ചുഗീസ് നാവികൻ കപ്പലിറങ്ങുന്നു. വൈദേശിക വ്യാപാരത്തെ എന്നും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരുന്ന സാമൂതിരി ഖാമയെയും വലിയ രീതിയിൽ തന്നെ സ്വീകരിച്ചു. മടങ്ങിപ്പോകുമ്പോൾ കപ്പൽ നിറയെ ചരക്കുകളും നൽകി. എന്നാൽ പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം വെറും കച്ചവടം മാത്രമായിരുന്നില്ല. അറബികളെ ഇവിടെ നിന്നും തുരത്തുകയും വ്യാപാരത്തിന്റെ കുത്തകാവകാശം അഥവാ വ്യാപാര മേൽക്കോയ്മ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അറബി വ്യാപാരികൾ സാമൂതിരിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജാവേ, ഇവർ വെറും കച്ചവടക്കാരല്ല, ഇവർ നാളെ ഈ നാടിന് ആപത്തായി മാറാനും സാധ്യതയുണ്ട്. പക്ഷേ ആ വാക്കുകൾ സാമൂതിരി മുഖവിലക്കെടുത്തിരുന്നില്ല. അതാണ് പിന്നീട് വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കിയത്. അറബികൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പോർച്ചുഗീസുകാർ തങ്ങളുടെ തനിനിറം പുറത്തെടുത്തു. കോഴിക്കോടിനെ തകർക്കാൻ അവർ സാമൂതിരിയുടെ ശത്രുക്കളായ കൊച്ചി രാജാവിനെയും കോലത്തിരിയെയും കൂട്ടുപിടിച്ചു. അവർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. കടലിന്റെ അവകാശം ഞങ്ങൾക്ക് മാത്രമാണ്. പോർച്ചുഗീസുകാരുടെ അനുവാദമില്ലാതെ, അവരുടെ പാസില്ലാതെ കടലിൽ ഇറങ്ങുന്ന ഏത് കപ്പലും അതിലെ ചരക്കുകൾ കൊള്ളയടിക്കുകയും യാത്രക്കാരെ അടിമകളാക്കുകയും കപ്പൽ കത്തിക്കുകയും ചെയ്യും. 1502 വാസ്കോഡഗാമ വീണ്ടും കേരളത്തിലേക്ക് വരുന്നു. ഇത്തവണ വന്നത് കച്ചവടത്തിനല്ലായിരുന്നു, പകരം കൊലവിളി നടത്തുവാനായിരുന്നു. വഴിയിൽ വെച്ച് മക്കയിൽ നിന്നും തീർത്ഥാടനം കഴിഞ്ഞു വരികയായിരുന്ന മേരി എന്ന കപ്പൽ ഖാമ പിടിച്ചെടുത്തു. സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളെ കപ്പലിനുള്ളിലിട്ട് പൂട്ടി ദയയില്ലാതെ ആ കപ്പലിനെ അദ്ദേഹം തീയിട്ടു. അവിടെയും തീർന്നില്ല. കോഴിക്കോടെത്തിയ ഗാമ സാമൂതിരിയുടെ ദൂതന്മാരുടെ കാതും മൂക്കും അറുത്തെടുക്കുകയും തീരദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടിലുകൾക്ക് തീയിട്ടും ക്രൂരതയുടെ പര്യായമായി പോർച്ചുഗീസുകാർ മാറി. പോർച്ചുഗീസുകാരുടെ ഈ കൊടും ക്രൂരതകൾ കണ്ടു നിൽക്കാൻ സാമൂതിരിക്ക് കഴിയുമായിരുന്നില്ല. കടലിൽ വെച്ച് പോർച്ചുഗീസുകാരെ നേരിടാൻ ശക്തമായ ഒരു നാവികസേന അനിവാര്യമാണെന്ന് സാമൂതിരി തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ചരിത്രപ്രസിദ്ധമായ ആ തീരുമാനം അദ്ദേഹം എടുക്കുന്നത്. ഒരു നാവികസേനയ്ക്ക് രൂപം നൽകുക. ആ സേനയെ നയിക്കാൻ പോർച്ചുഗീസുകാരുടെ നട്ടലൊടിക്കാൻ കെൽപ്പുള്ള ധീരരായ പടത്തലവന്മാരെ അദ്ദേഹം നിയമിച്ചു. അവരാണ് കുഞ്ഞാലി മരക്കാർമാർ. അങ്ങനെ പൊന്നാനിയിലെയും കോഴിക്കോട്ടെയും മുസ്ലിം വ്യാപാരികളും തങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ നാടിന് വേണ്ടിയും കടലിലിറങ്ങി. 80-ലധികം കപ്പലുകളും 1500-ലധികം പോരാളികളുമായി കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ നേതൃത്വത്തിൽ നാവികപ്പട രൂപീകരിക്കപ്പെട്ടു. തന്ത്രങ്ങളുടെ തമ്പുരാക്കന്മാർ. ഇവിടെയാണ് കുഞ്ഞാലി മരക്കാർമാരുടെ ബുദ്ധിശക്തി നാം കാണേണ്ടത്. ഹിറ്റ് ആൻഡ് റൺ, ആഞ്ഞടിക്കുക ഓടിപ്പോവുക എന്ന യുദ്ധതന്ത്രമായിരുന്നു കുഞ്ഞാലിയുടേത്. കൂറ്റൻ പോർച്ചുഗീസ് കപ്പലുകൾക്ക് നേരെ യുദ്ധം ചെയ്യാൻ അവരുടെ കയ്യിൽ വലിയ കപ്പലുകൾ ഉണ്ടായിരുന്നില്ല. പകരം അവർ ചെറിയ വള്ളങ്ങൾ ഉപയോഗിച്ച് കടലും പുഴയും ചേരുന്ന അഴിമുഖങ്ങൾ ആക്രമണത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യൻ നേവിയുടെ പ്രതിരോധ മാർഗങ്ങളിൽ ഒന്നാണ് ഹിറ്റ് ആൻഡ് റൺ. നൂറുകണക്കിന് ചെറിയ വള്ളങ്ങളിൽ മിന്നൽ വേഗത്തിൽ പാഞ്ഞെത്തുകയും വലിയ കപ്പലുകളെ വലയം ചെയ്യുകയും തീപ്പന്തങ്ങൾ എറിഞ്ഞ് കപ്പലുകൾ കത്തിക്കുകയും ശത്രുക്കൾക്ക് ചിന്തിക്കാൻ സമയം കൊടുക്കാതെ തിരിച്ചു പോവുകയും. ഇതായിരുന്നു കുഞ്ഞാലി മരക്കാർമാരുടെ രീതി. പീരങ്കികൾ കൊണ്ട് ചെറിയ വള്ളങ്ങളെ ലക്ഷ്യം വെക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. ഈ തന്ത്രത്തിന് മുമ്പിൽ പറങ്കികൾ പകച്ചുപോയി. 1531 പോർച്ചുഗീസ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ മരക്കാർ ഒന്നാമൻ ധീര രക്തസാക്ഷിയായി. കുഞ്ഞാലി ഒന്നാമൻ എന്നവരുടെ മകൻ കുട്ടിയാലിക്ക് സാമൂതിരി കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ എന്ന പദവി നൽകി. പോർച്ചുഗീസുകാർക്കെതിരെ ഭീഷണി ഉയർത്തി നാവികസേനയെ അദ്ദേഹം കൂടുതൽ ശക്തിപ്പെടുത്തി. അവരുടെ കപ്പലുകൾ പിടിച്ചടക്കുകയും നാവികരെ ഉന്മൂലനം ചെയ്യുകയും. ഇതിനിടയിൽ സാമൂതിരി പോർച്ചുഗീസുകാരുമായി ഒരു സന്ധിയിലായി. ഇതിനെ തുടർന്ന് 1540
ചാലിയത്ത് ഒരു കോട്ട നിർമ്മിക്കാൻ സാമൂതിരി അനുവാദം നൽകി. ഈ കോട്ട സാമൂതിരിപ്പാടിന്റെ നെഞ്ചിനു നേരെ ഉയർത്തിപ്പിടിച്ച ഒരു കത്തിയായിട്ടാണ് സാമൂതിരിക്ക് അനുഭവപ്പെട്ടതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. സാമൂതിരിക്ക് മുകളിൽ അവർ കൂടുതൽ അധികാരം സ്ഥാപിക്കാൻ തുടങ്ങി. ചാലിയം കോട്ട പിടിച്ചെടുക്കാൻ സാമൂതിരി യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധത്തിൽ കുഞ്ഞാലിമരക്കാർ രണ്ടാമൻ അറബിക്കടലിൽ രക്തസാക്ഷിയായി. പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി മൂന്നാമൻ യുദ്ധത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തു. കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ് പോർച്ചുഗീസുകാർക്കെതിരെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത്. ചാലിയത്തെ കോട്ട അദ്ദേഹം തകർക്കുകയും ചൈനയിൽ നിന്നും വരുന്ന പോർച്ചുഗീസ് കപ്പലുകളെ തകർക്കുകയും പ്രധാന നാവികസേനാ മേധാവികളെ വധിക്കുകയും ചെയ്തു. കോട്ടക്കലിൽ സ്വന്തമായി ഒരു കോട്ട പണിയാനും നാടുവാഴിക്ക് സമാനമായ അധികാരവും കുഞ്ഞാലി മൂന്നാമന് സാമൂതിരി നൽകി. മരണം വരെ തോൽവി അറിയാത്ത അറബിക്കടലിന്റെ സിംഹമായിരുന്നു അദ്ദേഹം. 1594 പന്തലാനയിൽ വെച്ച് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് നാട്ടുകാരെ അഭിസംബോധനം ചെയ്യാൻ കപ്പലിറങ്ങി വരുന്നതിന്റെ ഇടയിൽ വീണാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. കുഞ്ഞാലി മൂന്നാമന് ശേഷം അധികാരമേറ്റത് അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് മരക്കാർ എന്ന കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തനും ധീരനും അദ്ദേഹമായിരുന്നു. ചൈനയിൽ വരെ അദ്ദേഹത്തിന്റെ വീരകഥകൾ പരന്നു. പോർച്ചുഗീസുകാർക്ക് അദ്ദേഹത്തെ സ്വപ്നത്തിൽ പോലും പേടിയായിരുന്നു. സാമൂതിരി അദ്ദേഹത്തിന് നൽകിയ സ്ഥാനമാനങ്ങളും സ്നേഹവും കണ്ട് സാമൂതിരിയുടെ തന്നെ മറ്റു ആശ്രിതർക്കും നായർ പ്രമാണിമാർക്കും അസൂയ തോന്നി തുടങ്ങി. അസൂയ അതായിരുന്നു വില്ലൻ. സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാരുടെയും ഇടയിൽ അവർ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. കുഞ്ഞാലി കോഴിക്കോട് പിടിച്ചെടുത്ത് രാജാവാകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അവർ സാമൂതിരിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. സ്വന്തം രാജ്യത്തിന് വേണ്ടി പൊരുതിയ ആ പടത്തലവനെ സാമൂതിരി സംശയിക്കാൻ തുടങ്ങി. ഇതൊരു അവസരമായി കണ്ട് പോർച്ചുഗീസുകാർ സാമൂതിരിയുമായി സഖ്യമുണ്ടാക്കി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആര് തുരത്താനാണ് കുഞ്ഞാലി മരക്കാർ പൊരുതിയത്? ആ ശത്രുക്കളോട് ചേർന്ന് സാമൂതിരി സ്വന്തം പടത്തലവനെ ആക്രമിക്കാൻ തീരുമാനമെടുക്കുന്നു. തിരുത്താനാകാത്ത തെറ്റ്. സാമൂതിരി മരക്കാർ നാലാമനെതിരെ തിരിഞ്ഞു. പോർച്ചുഗീസുകാർ കടൽ വഴി ആക്രമിക്കുമ്പോൾ ഞങ്ങൾ കരവഴി ആക്രമിക്കാമെന്ന് സാമൂതിരി ഉടമ്പടി വെച്ചു. സാമൂതിരിയുടെ സഹായത്തോടെ പോർച്ചുഗീസുകാർ കോട്ടക്കൽ കോട്ട വളഞ്ഞു. കുഞ്ഞാലി നാലാമൻ ആക്രമണത്തെ ധീരതയോടെ നേരിട്ടു. ആ യുദ്ധത്തിൽ പോർച്ചുഗീസിന്റെ പടയാളികൾ പിന്തിരിഞ്ഞോടി. 300 പറങ്കികൾ അന്ന് യുദ്ധഭൂമിയിൽ മരിച്ചു വീണു. പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ അപമാനമായിരുന്നു അത്. തങ്ങളുടെ എതിരാളി ഏറ്റവും കരുത്തനായ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ പോർച്ചുഗീസുകാർ യുദ്ധത്തിനായി കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കി. ആന്ദ്രേ ഫുർത്തദോവിനെ നാവികസേന മേധാവിയാക്കി. 1600 മാർച്ചിൽ പോർച്ചുഗീസുകാരുടെ പീരങ്കിപ്പടയും സാമൂതിരിയുടെ യോദ്ധാക്കളും കോട്ടക്കൽ കോട്ടയിൽ ഉപരോധം ഏർപ്പെടുത്തി. ധീരതയോടെ കുഞ്ഞാലി മരക്കാരും അനുയായികളും ചെറുത്തുനിന്നു. കോട്ടയ്ക്ക് അകത്തേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള കുഞ്ഞാലിയുടെ ശ്രമങ്ങൾ അവർ ഇല്ലാതെയാക്കി. കോട്ടയിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ദയനീയമായ അവസ്ഥ കണ്ട് മരക്കാർ കീഴടങ്ങാൻ തയ്യാറായി. തന്റെ രാജാവിന് മുമ്പിലല്ലാതെ മറ്റാർക്കും മുമ്പിൽ തലകുനിക്കാൻ മരക്കാർ തയ്യാറായില്ല. 1600 മാർച്ച് 13 അത് സംഭവിച്ചു. സ്ത്രീകളും കുട്ടികളും രോഗികളും പൊള്ളലേറ്റവരും കോട്ടയിൽ നിന്നും ആദ്യം പുറത്തേക്ക് വന്നു. അവരെ പിന്തുടർന്ന് നിരായുധരായ യോദ്ധാക്കളും ഏറ്റവും ഒടുവിൽ തന്റെ 3 കപ്പിത്താന്മാർക്കൊപ്പം ഒരു പ്രഭുവിനെ പോലെ വസ്ത്രം ധരിച്ച് കുഞ്ഞാലി നടന്നു വന്നു. കുഞ്ഞാലി സാമൂതിരിയുടെ സമീപത്തെത്തി തന്റെ വാൾ രാജാവിനെ സമർപ്പിച്ചു. പോർച്ചുഗീസുകാരുടെ ചതി ആവർത്തിക്കപ്പെട്ടു. ബലം പ്രയോഗിച്ചാണ് കീഴ്പ്പെടുത്തിയതെന്ന് വരുത്താൻ ഫുർത്താവോ കുഞ്ഞാലി മരക്കാരെ പിടികൂടി. സാമൂതിരിയുടെ നായർ പടകൾ കുഞ്ഞാലി മരക്കാരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. കോട്ടക്കൽ കോട്ട ബ്രിട്ടീഷുകാർ തകർത്തു. മരക്കാരന്റെ തലവെട്ടാൻ വിധി വന്നു. വിധി കേട്ട് അഭിമാനത്തോടെ മാന്യതയോടെ കുഞ്ഞാലി മരക്കാർ തലയുയർത്തി നിന്നു. തന്റെ പ്രിയപ്പെട്ട രാജാവിന് മുന്നിലല്ലാതെ കീഴടങ്ങാൻ കുഞ്ഞാലി മരക്കാർ തയ്യാറായില്ല. ഇന്നും അറബിക്കടലിന്റെ തീരത്ത് കാതോർത്താൽ തിരമാലകൾ അലയടിക്കുന്നത് കേൾക്കാം. അത് വെറും തിരമാലകളല്ല, നാടിനു വേണ്ടി ജീവൻ നൽകിയ ഒടുവിൽ ചതിക്കപ്പെട്ട കുഞ്ഞാലി മരക്കാർ എന്ന ധീരദേശസ്നേഹികളുടെ ആത്മാവിന്റെ തേങ്ങലുകളാണ്. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ഇന്ത്യയിൽ ആദ്യമായി നാവിക പ്രതിരോധം തീർത്ത ആ ധീരന്മാർക്ക് മുമ്പിൽ നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാം. യാത്രയിൽ വീണ്ടും കാണാം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ.